നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയ ചിക്കൻ പുലാവ് തയ്യാറാക്കിയാലോ? അപ്പോൾ വേഗം തന്നെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ. 1 കപ്പ് സേമിയ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. സേമിയ ഇവിടെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. അതായത് നല്ലതുപോലെ വെള്ളം ഊറ്റിക്കളഞ്ഞ് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഒട്ടാതെ നല്ല ഉലർന്ന് കിട്ടുന്ന പരുവത്തിൽ നമുക്ക് കിട്ടും. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ സവോള എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്നതാണ്. 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 5 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചോപ്പറിൽ നന്നായി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ നമ്മൾ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി വേണം. തക്കാളിയും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി വേണം. കുറച്ച് ഗരം മസാല പൗഡർ, കുറച്ച് കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയല്ല, കാശ്മീരി മുളക് പൊടിയാണ്. അതുപോലെ ഒരല്പം കസൂരി മേത്തി. ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ട് ആവശ്യമുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിലെ മല്ലിയിലയും അതുപോലെ പുതിനയിലയും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചൂടായ പാനിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ചെറിയ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഉള്ളി, പച്ചമുളകെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പൊടികളൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി മസാലയിലേക്ക് നമ്മൾ കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഒന്ന് കുക്കായി വരട്ടെ. മസാലയും ചിക്കനും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഒന്ന് കുക്കായിട്ട് വരണം. നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും അതുപോലെ പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ചേർക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബിരിയാണി മസാലയുടെ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇതെന്തായാലും ചേർക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമ്മുടെ മസാലയിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോയെന്ന് ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ചിക്കൻ പുലാവ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും ഇത് നല്ലതുപോലെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ടാവും. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില തൂവിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്.